ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തിയത് പറഞ്ഞു നടക്കുക എന്നതാണ്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകരുത്. അതുപോലെ തന്നെ ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. ജീവിതമാണ്, ആര് പോയാലും വന്നാലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലർ പോകുമ്പോൾ, ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിൽ കാലം വിസമ്മതിച്ച് മനസ്സ് പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വൈദ്യുതി എന്നറിയുമ്പോൾ നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത് നഷ്ടബോധങ്ങളുടെ ആകെത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം സ്വന്തമായി നഷ്ടബോധമില്ലാത്തവൻ ജീവിച്ചിട്ടില്ലാത്തവന് തുല്യമാണ്. ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന 2 സ്വഭാവങ്ങളാണ്. ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും, പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അത് ഒരുപക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടത് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. വാക്കുകൾ സ്വതന്ത്രമാണ്. നിങ്ങളവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. നിങ്ങളത് എങ്ങനെ ചെലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക. റിസ്ക് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേ ഉള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചാലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിയാലും നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടതുണ്ട്, ഇതൊരു ഫേസാണ്, ഈ സമയം കടന്നു പോകും. ഒന്നിനോടും ഓവർ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. ലൈഫിൽ ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാവും, മനസ്സിലാക്കിയവർ അപൂർവവും. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല, അത് നമ്മുടെ ശരിയാണ്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു.
ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും നിങ്ങളതിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ അതിൽ ആരാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. മനുഷ്യൻ അവനു കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തരല്ലാത്ത ജീവിതം മുഴുവൻ നമ്മൾ നമ്മളിൽ നിന്നും മാറി മറ്റൊരാൾ ആകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സത്യസന്ധമായ നമ്മുടെ വ്യത്യാസങ്ങളെ പരിപാലിക്കാൻ പഠിക്കണം. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. നിങ്ങളോട് രഹസ്യമായി അസൂയ ഉള്ളവരെ തിരിച്ചറിയണം. ഒന്ന്, നിങ്ങളുടെ വിജയത്തെ അവർ ചെറുതാക്കി കണക്കാക്കും എന്നതാണ്. രണ്ട്, അവർ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞ് നടക്കുമെന്ന് മറ്റുള്ളവരിൽ നിന്ന് അറിയും. മൂന്ന്, നിങ്ങൾ ഒരുക്കുന്ന അധ്വാനത്തിനെ അവർ പുച്ഛിക്കും. നാല്, ചെറിയ കാര്യത്തിനു പോലും അയാൾ തർക്കിക്കാൻ വരും. അഞ്ച്, എന്തിനും ഏതിനും നിങ്ങളോട് അവർ മത്സരിക്കാൻ ശ്രമിക്കും. ആറ്, നിങ്ങളോട് നിങ്ങൾ വിജയം നേടുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തുണ്ടാവില്ല. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. ബന്ധങ്ങൾ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. ഒരിക്കലും ഒരു റിലേഷന് വേണ്ടി ആരുടെ മുമ്പിലും കെഞ്ചാൻ പാടില്ല. സന്ദർഭം ഏതു തന്നെ ആയാലും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തു പോകുക. ഇരുന്നു കൊണ്ട് ആർക്കും കൈകൊടുക്കാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. തല ആട്ടുക. അതിനെല്ലാം ഉപരിയായി കോണ്ടാക്റ്റ് വെക്കുക. നിന്നെ ഒരിക്കലും നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. പറ്റിക്കുകയാണെന്നറിഞ്ഞിട്ടും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യരില്ലേ, പഴയതൊക്കെ മറന്ന് ഇനിയും പറ്റിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച് മനുഷ്യർ ഒരുപാട് ആഴത്തിൽ വേദനിപ്പിച്ചിട്ടും അതിനേക്കാൾ ആഴത്തിൽ സ്നേഹിച്ച മനുഷ്യർ, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ജയിച്ചെന്ന് കരുതരുത്. അങ്ങനെയുള്ള തോന്നലുകൾ പോലും ആ മനുഷ്യരുടെ ദക്ഷിണയാണ്. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ. അത് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും. മുറിവുകളുണ്ടാകും. തളർന്നു പോയെന്നിരിക്കും. പിന്മാറാതിരിക്കുക. സമയമെടുക്കും. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്താതിരിക്കില്ല. ജീവിതത്തിൽ ആരും പറയാത്ത പാഠങ്ങൾ ഒന്ന്, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് ജീവിക്കാൻ കഴിയില്ല. രണ്ട്, മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ല, നിങ്ങളിപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. മൂന്ന്, തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. പകരം സത്യം തുറന്നു പറഞ്ഞാൽ മതി, നമ്മൾ സ്വയം തെറ്റുകാരാവും. നാല്, നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളത് തൃപ്തി വരാത്തത്. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞുകയറി ചെല്ലരുത്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കും അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. വിലയില്ലാത്ത സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകളുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. എവിടെയോ ഒരു പച്ച ഉണ്ട്, എത്തുമെന്ന് ഉറപ്പില്ല. എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്. അത് തുടർന്നു കൊണ്ടിരിക്കണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക.
ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തുമാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. ദൂരെ കണ്ടപ്പോൾ മിന്നിത്തിളഞ്ഞ് അവയെല്ലാം അടുത്തെത്തിയപ്പോൾ വെറും വളപ്പൊട്ടുകളാണെന്ന് അറിയുന്നത് വലിയ പരാജയം തന്നെയല്ലേ? അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ സമയവും സമ്പത്തും സമാധാനവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സ്ത്രീകൾക്ക് പുരുഷനെ മാനസികമായി കീഴ്പ്പെടുത്താൻ വെറും 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ഏറ്റവും ചെറിയ വിത്തിൽ പോലും സൂര്യനിലേക്ക് എത്തണമെന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ പാറയ്ക്ക് പോലും വഴി കൊടുക്കേണ്ടി വരും. ഓർമ്മ വെക്കുക, ഇച്ഛാശക്തി ഉള്ളിടത്ത് ജീവിതമുണ്ട്. ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളും വർത്തമാനകാര്യത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചോ അതിന് ഒന്നും അറിയില്ല. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. Thanks for watching. Don't forget to subscribe.